അപകട മേഖലയിൽ ഇട്ടില്ല. അവർ ശ്രദ്ധിച്ചില്ല. അത് കാട് പിടിച്ച് പോലീസുകാരുടെ ബോർഡ് വരെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് അത് കണ്ടിട്ട് വണ്ടി എനിക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്തതാണ് അവിടെ. ഇടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നതാണ്. അത് പൊതു സ്ഥലമാണ്. അത് റാമ്പ് എത്രയും പെട്ടെന്ന് കെട്ടി സുരക്ഷിതമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നീലീശ്വരം ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് പള്ളിപ്പുറ. ഇവിടെ സേഫ്റ്റി കാർഡ് ഫിറ്റ് ചെയ്തുകൊണ്ട് പോയി പാലത്തിൻ്റെ സൈഡിലൊക്കെ. പക്ഷേ ഒരു ഭാഗം സൈഡ് അവർ ഉപേക്ഷിച്ച് പോയി. അവിടെയാണ് വേണ്ടത്, അവിടെയും വേണ്ടതാണ്. അവിടേക്ക് വാഹനങ്ങൾ അവിടെയാണ് കൂടുതൽ അപകടമുള്ള സ്ഥലമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടാവാൻ പോയതാണ്. അത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് അവർ മണ്ണോ ഇതൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ടേക്കാണ്. ഇപ്പോൾ റോഡിൻ്റെ സൈഡ് കെട്ടി ഒരു സിമെൻറ്റിങ്ങോ ടാരിങ്ങോ ഒക്കെ കഴിഞ്ഞു. പക്ഷേ അത് ഇവിടെ ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്യിപ്പിച്ച് അപകടം ഒഴിവാക്കി. അതെ, അത് പുല്ല് വെട്ടാനും ആളില്ല. അവരൊന്നും ചെയ്യുന്നില്ല. ഇപ്പം പല പ്രാവശ്യം കോൺട്രാക്ടറിനോട് പറഞ്ഞിട്ട് അയാൾ ചെയ്യുന്നില്ല. അപ്പുറത്തുള്ള വഴി 10-12 വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ്. അത് അവർ കോൺക്രീറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഇതുവരെയും ചെയ്തിട്ടില്ല. 18-19 വീട്ടുകാരുണ്ട് അവിടെ. എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്യിപ്പിച്ച് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വഴി ഏറ്റവും കൂടുതൽ അപകടമായ മേഖലയുണ്ട്. പല മരണങ്ങളും തന്നെ അവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു ദിവസം പോലും അപകടമില്ലാത്ത ഉണ്ടാവാറില്ല അവിടെ. എന്നും ഇത് തന്നെ അവസ്ഥ. റോഡും വീതി കുറവാണ്. എല്ലാത്തിലുള്ള ശല്യങ്ങളുണ്ട്. ബുദ്ധിമുട്ടാണ് ഇവിടെ. ഒന്ന് അങ്ങോട്ട് റോഡ് കടക്കാനായിട്ട് പോലും സാധിക്കില്ല. 3 പേരെങ്കിലും ഇവിടെ ഓൺ ദി സ്പോട്ടിൽ മരിച്ചിട്ടുണ്ട്. തൊട്ട് നമ്മൾ ഇരിക്കുന്ന സ്പോട്ടിൽ തന്നെ ആൾ മരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 6 മാസം മുമ്പ് 3 ആൾ ഇവിടെ ഒരേ സമയത്ത് 2 ബൈക്കിൽ വന്ന് ആക്സിഡൻ്റായി വലിയ ഗുരുതരമായ പരിക്ക് പറ്റി. LFI കിടന്ന് അതിന് അവസാനം ഇൻഷുറൻസ് പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഈ റോഡ് ശരിക്കും അങ്ങനെ വളവിൻ്റെ ചെരുവ് കാരണമുണ്ട് ഇങ്ങോട്ട് തെറിച്ച് ഇവിടുന്ന് മറിഞ്ഞു വീഴാണ്. സാധാരണ ഒന്നാമത് കട്ടിങ് കൂടുതലായതുകൊണ്ട്. ഈ ചേട്ടൻ തള്ളിമുണ്ട പോണ സൈക്കിളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ ഇതേപോലെ ഈ സൈക്കിൾ സൊല്യൂഷൻ കൂടുതലുള്ളത് ഈ വളവ് ഒന്ന് നേരെയാക്കണം. പിന്നെ വീതി കുറച്ച് കിട്ടണം. സ്ലാബ് പൂർത്തിയായിട്ടും ഇടണം. സ്ലാബ് ഇടാതെ റോഡിന് വീതി ഉണ്ടാവില്ല.